وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. അതിനുശേഷം നാം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ഉപരിലോകത്തുനിന്ന് ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കേണ്ട ആവശ്യവും നമുക്കുണ്ടായിട്ടില്ല. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. അതൊരു ഘോരഗർജനം മാത്രമായിരുന്നു. അപ്പോഴേക്കും അവരൊക്കെയും നാമാവശേഷമായി. യാ ഹസ്റതൻ അലൽ ഇബാദ് ما يأتيهم من رسول إلا كانوا به يستهزئون. ആ അടിമകളുടെ കാര്യം എത്ര ദയനീയം. അവരിലേക്ക് ചെന്ന് ഒരൊറ്റ ദേവദൂതനെപ്പോലും അവർ പുച്ഛിക്കാതിരുന്നിട്ടില്ല. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. പിന്നെ അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇതൊന്നും ഇക്കൂട്ടർ കാണുന്നില്ലേ? വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. സംശയമില്ല, അവരെല്ലാം നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഈ ജനത്തിന് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമിതാ. ചത്തുകിടക്കുന്ന ഭൂമി നാം അതിനെ ജീവനുള്ളതാക്കി, അതിൽ ധാരാളം ധാന്യം വിളയിച്ചു, എന്നിട്ട് അതിൽ നിന്നിവർ തിന്നുന്നു. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. നാം അതിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി, അതിലെത്രയോ ഉറവകൾ ഒഴുക്കി. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. അതിന്റെ പഴങ്ങൾ ഇവർ തിന്നാനാണിതെല്ലാം ഉണ്ടാക്കിയത്. ഇവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയവയല്ല ഇതൊന്നും. എന്നിട്ടും ഇക്കൂട്ടർ നന്ദി കാണിക്കുന്നില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിൽ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ, മനുഷ്യവർഗം, മനുഷ്യർക്കറിയാത്ത മറ്റനേകം വസ്തുക്കൾ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു അന്നഹാറ ഫഇദാ ഹും മുസ്ലിമൂൻ. രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അതോടെ ഇവർ ഇരുളിലകപ്പെടുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിന്റെ സൂക്ഷ്മമായ പദ്ധതി അനുസരിച്ചാണത്. والقمر قدرناه منازل حتى عاد كالعرجون القديم. ചന്ദ്രനും നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായിത്തീരുന്നു. ലശ്ശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യനു സാധ്യമല്ല, പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല. ഓരോന്നും
നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. وآية لهم أنا حملنا ذريتهم في الفلك المشحون. ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. وخلقنا لهم من مثله ما يركبون. ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും. അപ്പോഴിവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല, ഇവർ രക്ഷപ്പെടുകയുമില്ല. إلا رحمة منا ومتاعا إلى حين. അങ്ങനെയൊന്ന് സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഇവർ നിശ്ചിത പരിധിവരെ ജീവിതസുഖം അനുഭവിക്കാനും. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കാനിരിക്കുന്നതും പിറകിൽ സംഭവിച്ചു കഴിഞ്ഞതുമായ വിപത്തുകളെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം എന്ന് ഇവരോടാവശ്യപ്പെട്ടാൽ ഇവരത് തീരെ ശ്രദ്ധിക്കുകയില്ല. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. ഇവർക്ക് തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊന്ന് വന്നെത്തിയാലും ഇവരത് പാടെ അവഗണിച്ചു തള്ളുന്നു. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നാവശ്യപ്പെട്ടാൽ സത്യനിഷേധികൾ വിശ്വാസികളോട് പറയും, അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ ഇവർക്ക് അന്നം നൽകുമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇവർക്ക് എന്തിന് അന്നം നൽകണം? നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെ. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. ഇക്കൂട്ടർ ചോദിക്കുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ مَا يَنظُرُونَ إِلَّا صَيْحَةً وَاحِدَةً تَأْخُذُهُمْ وَهُمْ يَخِصِّمُونَ. യഥാർത്ഥത്തിൽ അവർ കാത്തിരിക്കുന്നത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ്. അവരന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും. فَلَا يَسْتَطِيعُونَ تَوْصِيَةً وَلَا إِلَى أَهْلِهِمْ يَرْجِعُونَ. അപ്പോഴിവർക്ക് ഒരു വസിയത്ത് ചെയ്യാൻ പോലും സാധിക്കുകയില്ല, തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും കഴിയില്ല. وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോഴിവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്കലേക്ക് കുതിച്ചോടും. قَالُوا يَا وَيْلَنَا مَنْ بَعَثَنَا مِنْ مَرْقَدِنَا هَذَا مَا وَعَدَ الرَّحْمَنُ وَصَدَقَ الْمُرْسَلُونَ. അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തി എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് ആ പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദേവദൂതന്മാർ പറഞ്ഞത് സത്യം തന്നെ. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും, അപ്പോഴേക്കും അവരതാ ഒന്നടങ്കം
നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നു. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. അന്നാളിൽ ആരോടും അല്പവും അനീതിയുണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്കുണ്ടാവുക. إن أصحاب الجنة اليوم في شغل فاكهون. സംശയം വേണ്ട, അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും. هم وأزواجهم في ظلال على الأرائك متكئون. അവരും അവരുടെ ഇണകളും സ്വർഗത്തണലുകളിൽ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. لهم فيها فاكهة ولهم ما يدعون. അവർക്കവിടെ രുചികരമായ പഴങ്ങളുണ്ട്. അവരാവശ്യപ്പെടുന്നതെന്തും അവിടെ കിട്ടും. سلام قولا من رب رحيم. സലാം, സമാധാനം, ഇതായിരിക്കും ദയാപരനായ നാഥനിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. وامتازوا اليوم أيها المجرمون. കുറ്റവാളികളെ, നിങ്ങൾ ഇന്ന് വേറെ മാറി നിൽക്കുക. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ആദം സന്തതികളെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചിരുന്നില്ലേ ചെകുത്താന് വഴിപ്പെടരുതെന്ന്? അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന്. وأن اعبدوني هذا صراط مستقيم. നിങ്ങൾ എനിക്ക് വഴിപ്പെടുക, ഇതാണ് നേർവഴിയെന്നും. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. സംശയമില്ല, നിങ്ങളിലെ നിരവധി സംഘങ്ങളെ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? هذه جهنم التي كنتم توعدون. ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നരകം. اصلوها اليوم بما كنتم تكفرون. നിങ്ങൾ സത്യത്തെ തള്ളിപ്പറഞ്ഞു, അതിന്റെ ഫലമായി നിങ്ങൾ ഇന്ന് നരകത്തിൽ കിടന്നെരിയുക. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നാം അവരുടെ വായ അടച്ചു മുദ്രവെക്കും, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, കാലുകൾ സാക്ഷ്യം വഹിക്കും അവർ ചെയ്തുകൊണ്ടിരുന്നതെന്താണെന്ന്. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകളെ തന്നെ നാം മായ്ച്ചു കളയുമായിരുന്നു. അപ്പോഴവർ വഴിയിലൂടെ മുന്നോട്ട് കുതിക്കാൻ നോക്കും, എന്നാൽ അവരെങ്ങനെ വഴി കാണാനാണ്? ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരെ അവർ നിൽക്കുന്നിടത്ത് വെച്ചു തന്നെ രൂപമാറ്റം വരുത്തുമായിരുന്നു. അപ്പോഴവർക്ക് മുന്നോട്ടു പോവാനാവില്ല, പിന്നോട്ട് മടങ്ങാനും കഴിയില്ല. ومن نعمره ننكسه في الخلق أفلا يعقلون. നാം ആർക്കെങ്കിലും ദീർഘായുസ് നൽകുകയാണെങ്കിൽ അയാളുടെ പ്രകൃതി തന്നെ പാടെ മാറ്റിമറിക്കുന്നു. എന്നിട്ടും ഇതൊന്നും അവരൊട്ടും ആലോചിച്ചറിയുന്നില്ലേ?
وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. നാം അദ്ദേഹത്തെ കവിത പരിശീലിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് യോജിച്ചതല്ല. ഇതാകട്ടെ ഗൗരവപൂർണമായ ഒരു ഉദ്ബോധനമാണ്, സ്പഷ്ടമായി വായിക്കാവുന്ന വേദപുസ്തകം. لينذر من كان حيا ويحق القول على الكافرين. ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്, സത്യത്തെ തള്ളിപ്പറയുന്നവർക്കെതിരെ ന്യായം സ്ഥാപിച്ചെടുക്കാനും. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. നമ്മുടെ കരങ്ങളുണ്ടാക്കിയവയിൽപ്പെട്ടവയാണ് കന്നുകാലികളെന്ന് അവർ കാണുന്നില്ലേ? അവർക്ക് വേണ്ടിയാണ് നാം അത് സൃഷ്ടിച്ചതെന്നും ഇപ്പോഴവ അവരുടെ അധീനതയിലാണല്ലോ. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. അവയെ നാം അവർക്ക് മെരുക്കിയൊതുക്കിക്കൊടുത്തിരിക്കുന്നു. അവയിൽ ചിലത് അവരുടെ വാഹനമാണ്, ചിലതിനെ അവർ ആഹരിക്കുകയും ചെയ്യുന്നു. وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ. അവർക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്, പാനീയങ്ങളുമുണ്ട്. എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ? وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَعَلَّهُمْ يُنصَرُونَ. തങ്ങൾക്ക് സഹായം കിട്ടാനായി അല്ലാഹുവെ വെടിഞ്ഞ് പല ദൈവങ്ങളെയും അവർ പങ്കാളികളായി സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. لا يستطيعون نصرهم وهم لهم جند محضرون. എന്നാൽ അവരെ സഹായിക്കാൻ അവയ്ക്ക് സാധ്യമല്ല. യഥാർത്ഥത്തിൽ അവർ ആ ദൈവങ്ങൾക്കായി തയ്യാറായി നിൽക്കുന്ന സൈന്യമാണ്. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അതിനാൽ അവരുടെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതുമൊക്കെ നാം നന്നായി അറിയുന്നുണ്ട്. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. മനുഷ്യനെ നാം ഒരു ബീജകണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? എന്നിട്ടിപ്പോൾ അവനിതാ ഒരു പ്രത്യക്ഷ ശത്രുവായി മാറിയിരിക്കുന്നു. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവൻ നമുക്ക് ഉപമ ചമച്ചിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ച കാര്യം അവൻ തീരെ മറന്നുകളഞ്ഞു. അവൻ ചോദിക്കുന്നു, എല്ലുകൾ പറ്റേ ദ്രവിച്ചു കഴിഞ്ഞ ശേഷം അവയെ ആര് ജീവിപ്പിക്കാനാണ്? قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. പറയുക, ഒന്നാം തവണ അവയെ സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും അവയെ ജീവിപ്പിക്കും. അവൻ എല്ലാവിധ സൃഷ്ടിയും നന്നായി അറിയുന്നവനാണ്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയുണ്ടാക്കി തന്നവനാണവൻ. അങ്ങനെ നിങ്ങളിപ്പോഴിതാ അതുപയോഗിച്ച് തീ കത്തിക്കുന്നു. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. ആകാശഭൂമികളെ പടച്ചവൻ അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലെന്നോ? അങ്ങനെയല്ല, അവൻ
കഴിവുറ്റ സ്രഷ്ടാവാണ്, എല്ലാം അറിയുന്നവനും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കും അതുണ്ടാകുന്നു. ഇതാണ് അവന്റെ അവസ്ഥ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. സകല സംഗതികളുടെയും സമഗ്രാധിപത്യം ആരുടെ കയ്യിലാണോ, നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണോ, അവനാണ് പരിശുദ്ധൻ. അധ്യായം 37. അസ്വാഫാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 182. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വസ്സാഫാത്തി സഫ്ഫാ. അണിയണിയായി നിരന്നു നിൽക്കുന്നവർ സത്യം. ഫസ്സാജിറാത്തി സജറാ. പിന്നെ ശക്തമായി ചെറുത്തു നിൽക്കുന്നവർ തന്നെ സത്യം. ഫത്താലിയാതി ദിക്റാ. എന്നിട്ട് കീർത്തനം ചൊല്ലുന്നവർ സത്യം. ഇന്ന ഇലാഹകും ലവാഹിദ്. തീർച്ചയായും നിങ്ങളുടെയെല്ലാം ദൈവം ഏകനാണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ, ഉദയസ്ഥാനങ്ങളുടെ പരിരക്ഷകൻ. ഇന്നാ സയ്യന്നസ് സമാഅദ് ദുനിയാ ബിസീനതിനിൽ കവാകിബ്. അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്രാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു. വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. ധിക്കാരിയായ ഏതു ചെകുത്താനിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ലാ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറാ വലഹും അദാബുൻ വാസിബ്. അത്യുന്നത സഭയിലെ സംസാരം ചെവികൊടുത്തു കേൾക്കാൻ ഈ ചെകുത്താന്മാർക്കാവില്ല. നാനാഭാഗത്തു നിന്നും അവർ എറിഞ്ഞോടിക്കപ്പെടും. അവർക്ക് അറുതിയില്ലാത്ത ശിക്ഷയുണ്ട്. ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. എന്നാൽ അവരിലാരെങ്കിലും അതിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കുകയാണെങ്കിൽ തീക്ഷ്ണമായ തീജ്വാല അവനെ പിന്തുടരും. ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖനാ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്. അതിനാൽ നീ അവരോട് ചോദിക്കുക, ഇവരെ സൃഷ്ടിക്കുന്നതാണോ കൂടുതൽ പ്രയാസകരം, അതോ നാം ഉണ്ടാക്കിയ മറ്റുള്ളവയെ സൃഷ്ടിക്കുന്നതോ? തീർച്ചയായും നാം ഇവരെ സൃഷ്ടിച്ചത് പറ്റിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്നാണ്. ബൽ അജിബ്ത വയസ്ഖറൂൻ. എന്നാൽ നിനക്ക് വിസ്മയം തോന്നുന്നു, അവരോ അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നു. വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ. അവരെ ഉപദേശിച്ചാലും അവരതേക്കുറിച്ചാലോചിക്കുന്നില്ല. വഇദാ റഅൗ ആയതൻ യസ്തസ്ഖിറൂൻ. ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അവരതിനെ പുച്ഛിച്ചു തള്ളുന്നു. വഖാലൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. അവർ പറയുന്നു, ഇത് പ്രകടമായ ജാലവിദ്യ തന്നെ. അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ. നാം മരിച്ചു മണ്ണും എല്ലുമായി കഴിഞ്ഞാൽ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? അവ ആബാഉനൽ അവ്വലൂൻ. നമ്മുടെ പൂർവ്വപിതാക്കളും
ഉയിർത്തെഴുന്നേൽക്കുമെന്നോ? قل نعم وأنتم داخرون. പറയുക, അതെ, അങ്ങനെ സംഭവിക്കും. നിങ്ങൾ അന്ന് പറ്റേ പതിതരായിത്തീരും. فإنما هي زجرة واحدة فإذا هم ينظرون. അതൊരു ഘോരഗർജനം മാത്രമായിരിക്കും. അപ്പോഴേക്കും അവർ കണ്ണു തുറന്ന് നോക്കുന്നവരായിത്തീരും. وقالوا يا ويلنا هذا يوم الدين. അവർ പറയും, അയ്യോ, നമുക്ക് നാശം, ഇത് പ്രതിഫലത്തിന്റെ ദിനം തന്നെ. هذا يوم الفصل الذي كنتم به تكذبون. അതെ, നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ വിധി തീർപ്പിന്റെ ദിനം തന്നെയാണിത്. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم. അക്രമം പ്രവർത്തിച്ചവരെയും അവരുടെ ഇണകളെയും അല്ലാഹുവെ വെടിഞ്ഞ് അവർ ആരാധിച്ചിരുന്നവയെയും നിങ്ങൾ ഒരുമിച്ചു കൂട്ടുക. എന്നിട്ടവരെയെല്ലാം നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിയിൽ നയിക്കുക എന്ന കൽപ്പനയുണ്ടാകും. وقفوهم إنهم مسؤولون. അവരെയൊന്നു നിർത്തു, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ما لكم لا تناصرون. അല്ല, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലല്ലോ. بل هم اليوم مستسلمون. എന്നാൽ അവരിന്ന് കീഴൊതുങ്ങിയവരായിരിക്കും. وأقبل بعضهم على بعض يتساءلون. അവർ ചേരിതിരിഞ്ഞ് പരസ്പരം ചോദ്യം ചെയ്യും. قالوا إنكم كنتم تأتوننا عن اليمين. അനുയായികൾ പറയും, നിങ്ങൾ നന്മ ചമഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ. قالوا بل لم تكونوا مؤمنين. നേതാക്കൾ മറുപടി പറയും, നിങ്ങൾ സ്വയം തന്നെ സത്യവിശ്വാസികളായിരുന്നില്ല. وما كان لنا عليكم من سلطان بل كنتم قوما طاغين. ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ലല്ലോ. എന്നല്ല, നിങ്ങൾ സ്വയം തന്നെ അതിക്രമികളായ ജനമായിരുന്നു. فحق علينا قول ربنا إنا لذائقون. അങ്ങനെ നമ്മുടെ നാഥന്റെ ശിക്ഷയുടെ വചനം സത്യമായി പുലർന്നിരിക്കുന്നു. തീർച്ചയായും നാം അതനുഭവിക്കാൻ പോവുകയാണ്. فأغويناكم إنا كنا غاوين. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു. തീർച്ചയായും ഞങ്ങൾ സ്വയം വഴിപിഴച്ചവരായിരുന്നു. فإنهم يومئذ في العذاب مشتركون. നിശ്ചയമായും അന്ന് അവരെല്ലാം ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. إنا كذلك نفعل بالمجرمين. ഉറപ്പായും കുറ്റവാളികളോട് നാം അങ്ങനെ തന്നെയാണ് ചെയ്യുക. إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون. അല്ലാഹുവല്ലാതെ ദൈവമില്ലെന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കാരത്തോടെ മുഖം തിരിക്കുമായിരുന്നു. ويقولون أئنا لتاركو آلهتنا لشاعر مجنون. അവരിങ്ങനെ ചോദിക്കുമായിരുന്നു, ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി
ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്നോ? ബൽ ജാഅ ബിൽ ഹഖ് വസദ്ദഖൽ മുർസലീൻ. എന്നാൽ സത്യവുമായാണ് അദ്ദേഹം വന്നെത്തിയത്. ദൈവദൂതന്മാരെയെല്ലാം അദ്ദേഹം ശരിവച്ചിട്ടുമുണ്ട്. ഇന്നകും ലദായിഖുൽ അദാബിൽ അലീം. തീർച്ചയായും നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെ. വമാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലം മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾക്കൊഴികെ. ഉലൈക ലഹും റിസ്ഖും മഅലൂം. അവർക്കാണ് അറിയപ്പെട്ട വിഭവങ്ങളുള്ളത്. ഫവാകിഹ് വഹും മുക്രമൂൻ. പലതരം പഴങ്ങൾ, അവരവിടെ ആദരണീയരുമായിരിക്കും. ഫീ ജന്നാത്തിൻ നഈം. അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിൽ. അലാ സുറുരിൻ മുതഖാബിലീൻ. മഞ്ചങ്ങളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും അവർ. യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ. വിശിഷ്ടമായ ഉറവ് വെള്ളം നിറച്ച കോപ്പകൾ അവർക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ബൈദാഅ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. വെളുത്തതും കുടിക്കുന്നവർക്ക് അത്യധികം ആസ്വാദ്യകരവുമായ പാനീയം. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. അത് ദേഹത്തിനൊട്ടും ദോഷം വരുത്തില്ല, അതുവഴി അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. വഇൻദഹും ഖാസിറാത്തുത് തർഫി ഈൻ. അവരുടെ അടുത്ത് നോട്ടം നിയന്ത്രിക്കുന്നവരും വിശാലാക്ഷികളുമായ കുലീനകളുണ്ടായിരിക്കും. കഅന്നഹുന്ന ബൈദും മക്നൂൻ. സൂക്ഷിക്കപ്പെട്ട മുട്ടകൾ പോലിരിക്കും അവർ. ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ. അവർ പരസ്പരം അഭിമുഖീകരിച്ച് അന്യോന്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. അവരിൽ ഒരാൾ പറയും, തീർച്ചയായും എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. അവൻ ചോദിക്കാറുണ്ടായിരുന്നു, നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണോ? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമദീനൂൻ. നാം മരിച്ച് മണ്ണും എല്ലുമായി മാറിയാലും നമുക്ക് നമ്മുടെ കർമ്മഫലം കിട്ടുമെന്ന വാദത്തെ അംഗീകരിക്കുന്നവനും. ഖാല ഹൽ അൻതും മുത്തലിഊൻ. തുടർന്ന് അയാൾ പറയും, നിങ്ങൾ ആ സത്യനിഷേധിയെ എത്തിനോക്കുന്നുണ്ടോ? ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. അങ്ങനെ അദ്ദേഹം അവനെ എത്തിനോക്കും, അപ്പോൾ നരകത്തിന്റെ നടുവിൽ അവനെ കാണും. ഖാല തല്ലാഹി ഇൻ കിദ്ത ലതുർദീൻ. അദ്ദേഹം അവനോട് പറയും, അല്ലാഹു തന്നെ സത്യം, നീ എന്നെയും നശിപ്പിക്കുമായിരുന്നേനെ. വലൗലാ നിഅ്മതു റബ്ബി ലകുൻതു മിനൽ മുഹ്ദരീൻ. എന്റെ നാഥന്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഞാനും നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ പെടുമായിരുന്നു. അഫമാ നഹ്നു ബിമയ്യിതീൻ. ഇനി നമുക്ക് മരണമില്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. നമ്മുടെ ആദ്യത്തെ ആ മരണമല്ലാതെ
ഇനി നാം ശിക്ഷിക്കപ്പെടുകയുമില്ല. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം. തീർച്ചയായും ഇതുതന്നെയാണ് മഹത്തായ വിജയം. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതുപോലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നവരൊക്കെയും ശ്രമിക്കേണ്ടത്. അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തുസ് സഖൂം. ഇതാണോ ഉത്തമമായ സൽക്കാരം, അതോ സഖൂം മരമോ? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിദ്ദാലിമീൻ. തീർച്ചയായും നാം അതിനെ അക്രമികൾക്കൊരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന മരമാണത്. ളൽഉഹാ കഅന്നഹു റൂസുശ് ശയാത്തീൻ. അതിന്റെ കുലകൾ ചെകുത്താന്മാരുടെ തലകൾ പോലിരിക്കും. فإنهم لآكلون منها فمالئون منها البطون. നരകവാസികൾ അത് തിന്നും, അങ്ങനെ അതുകൊണ്ട് അവർ വയർ നിറയ്ക്കും. ثم إن لهم عليها لشوبا من حميم. തുടർന്ന് അവർക്ക് അതിനുമീതെ കുടിക്കാൻ ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് കിട്ടുക. ثم إن مرجعهم لإلى الجحيم. പിന്നെ തീർച്ചയായും അവരുടെ മടക്കം നരകത്തീയിലേക്ക് തന്നെ. إنهم ألفوا آباءهم ضالين. സംശയമില്ല, അവർ തങ്ങളുടെ പൂർവികരെ കണ്ടെത്തിയത് തീർത്തും വഴിപിഴച്ചവരായാണ്. فهم على آثارهم يهرعون. എന്നിട്ടും അവർ ആ പൂർവികരുടെ കാൽപ്പാടുകൾ തന്നെ താൽപര്യത്തോടെ പിന്തുടർന്നു. وَلَقَدْ ضَلَّ قَبْلَهُمْ أَكْثَرُ الْأَوَّلِينَ. അവർക്കു മുമ്പേ അവരുടെ പൂർവികരിലേറെ പേരും വഴിപിഴച്ചിരുന്നു. وَلَقَدْ أَرْسَلْنَا فِيهِمْ مُنذِرِينَ. അവരിൽ നാം മുന്നറിയിപ്പുകാരെ അയച്ചിട്ടുണ്ടായിരുന്നു. فانظر كيف كان عاقبة المنذرين. നോക്കൂ, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ അന്ത്യം എവ്വിധമായിരുന്നുവെന്ന്. إلا عباد الله المخلصين. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളുടേതൊഴികെ. وَلَقَدْ نَادَانَا نُوحٌ فَلَنِعْمَ الْمُجِيبُونَ. നൂഹ് നമ്മെ വിളിച്ചു, അപ്പോൾ ഉത്തരം നൽകിയവൻ എത്ര അനുഗ്രഹീതൻ. وَنَجَّيْنَاهُ وَأَهْلَهُ مِنَ الْكَرْبِ الْعَظِيمِ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു. وَجَعَلْنَا ذُرِّيَّتَهُ هُمُ الْبَاقِينَ. അദ്ദേഹത്തിന്റെ സന്തതികളോ അവരെ നാം ഭൂമിയിൽ ബാക്കിയാക്കി. وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ. പിന്നാലെ വന്നവരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നിലനിർത്തി. سَلَامٌ عَلَى نُوحٍ فِي الْعَالَمِينَ. മുഴുവൻ ലോകവാസികളിലും നൂഹിന് സമാധാനം. إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ. തീർച്ചയായും അവ്വിധമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുക. إِنَّهُ مِنْ عِبَادِنَا الْمُؤْمِنِينَ. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാണ്. ثُمَّ أَغْرَقْنَا الْآخَرِينَ. പിന്നീട് മറ്റുള്ളവരെ നാം മുക്കിക്കൊന്നു. وَإِنَّ مِن شِيعَتِهِ لَإِبْرَاهِيمَ. ഉറപ്പായും
അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ് ഇബ്രാഹിം. إذ جاء ربه بقلب سليم ശുദ്ധഹൃദയനായി അദ്ദേഹം തന്റെ നാഥന്റെ സന്നിധിയിൽ ചെന്ന സന്ദർഭം. إذ قال لأبيه وقومه ماذا تعبدون അദ്ദേഹം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? أئفكا آلهة دون الله تريدون അല്ലാഹുവെ വെടിഞ്ഞ് വ്യാജദൈവങ്ങളെ പൂജിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? فما ظنكم برب العالمين അപ്പോൾ പ്രപഞ്ചനാഥനെപ്പറ്റി നിങ്ങളുടെ വിചാരമെന്താണ്? فنظر نظرة في النجوم പിന്നെ അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ നോക്കി. فقال إني سقيم എന്നിട്ടിങ്ങനെ പറഞ്ഞു, എനിക്ക് സുഖമില്ല. فتولوا عنه مدبرين അപ്പോൾ അവർ അദ്ദേഹത്തെ വിട്ട് പിരിഞ്ഞുപോയി. فراغ إلى آلهتهم فقال ألا تأكلون അങ്ങനെ അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേരെ തിരിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തിന്നുന്നില്ലേ? ما لكم لا تنطقون നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. فراغ عليهم ضربا باليمين പിന്നീട് അദ്ദേഹം അവയുടെ നേരെ നീങ്ങി. അങ്ങനെ തന്റെ വലം കൈകൊണ്ട് അവയെ വെട്ടിവീഴ്ത്തി. فأقبلوا إليه يزفون ആളുകൾ അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞടുത്തു. قال أتعبدون ما تنحتون അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തന്നെ ചെത്തിയുണ്ടാക്കുന്നവയെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? والله خلقكم وما تعملون അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്. قالوا ابنوا له بنيانا فألقوه في الجحيم അവർ പരസ്പരം പറഞ്ഞു, ഇവനു വേണ്ടി ഒരു തീക്കുണ്ഠമുണ്ടാക്കുക, എന്നിട്ടിവനെ കത്തിക്കാളുന്ന തീയിലെറിയുക. فأرادوا به كيدا فجعلناهم الأسفلين അങ്ങനെ അവരദ്ദേഹത്തിനെതിരെ തന്ത്രം മെനഞ്ഞു. പക്ഷേ നാം അവരെ പറ്റേ പതിതരാക്കി. وقال إني ذاهب إلى ربي سيهدين ഇബ്രാഹിം പറഞ്ഞു, ഞാൻ എന്റെ നാഥന്റെ അടുത്തേക്ക് പോവുകയാണ്, അവൻ എന്നെ നേർവഴിയിൽ നയിക്കും. رب هب لي من الصالحين എന്റെ നാഥ, എനിക്ക് നീ സച്ചരിതനായ ഒരു മകനെ നൽകണമേ. فبشرناه بغلام حليم അപ്പോൾ നാം അദ്ദേഹത്തെ സഹനശാലിയായ ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിച്ചു. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين ആ കുട്ടി അദ്ദേഹത്തോടൊപ്പം എന്തെങ്കിലും ചെയ്യാവുന്ന പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയ മോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. അതിനാൽ നോക്കൂ, നിന്റെ അഭിപ്രായമെന്താണ്? അവൻ പറഞ്ഞു, എന്റുപ്പ, അങ്ങ് കൽപ്പന നടപ്പാക്കിയാലും അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങേക്കെന്നെ കാണാം. فلما أسلما وتله للجبين അങ്ങനെ അവരിരുവരും കൽപ്പനയ്ക്ക് വഴങ്ങി
അദ്ദേഹം അവനെ ചെരിച്ചു കിടത്തി. وَنَادَيْنَاهُ أَن يَا إِبْرَاهِيمُ അപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു, ഇബ്രാഹീമേ, قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ സംശയമില്ല, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. إِنَّ هَذَا لَهُوَ الْبَلَاءُ الْمُبِينُ ഉറപ്പായും ഇതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. وَفَدَيْنَاهُ بِذِبْحٍ عَظِيمٍ നാം അവനു പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു മൃഗത്തെ നൽകി. وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നിലനിർത്തുകയും ചെയ്തു. سَلَامٌ عَلَى إِبْرَاهِيمَ ഇബ്രാഹീമിന് സമാധാനം. كَذَلِكَ نَجْزِي الْمُحْسِنِينَ ഇவ்വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. إِنَّهُ مِنْ عِبَادِنَا الْمُؤْمِنِينَ സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. وَبَشَّرْنَاهُ بِإِسْحَاقَ نَبِيًّا مِنَ الصَّالِحِينَ സച്ചരിതരിൽപ്പെട്ട പ്രവാചകനാകാൻ പോകുന്ന ഇസ്ഹാക്കിന്റെ ജനനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തെ നാം ശുഭവാർത്ത അറിയിച്ചു. وَبَارَكْنَا عَلَيْهِ وَعَلَى إِسْحَاقَ وَمِنْ ذُرِّيَّتِهِمَا مُحْسِنٌ وَظَالِمٌ لِنَفْسِهِ مُبِينٌ അദ്ദേഹത്തെയും ഇസ്ഹാക്കിനെയും നാം അനുഗ്രഹിച്ചു. അവരിരുവരുടെയും സന്താനങ്ങളിൽ നല്ലവരുണ്ട്, തന്നോട് തന്നെ വ്യക്തമായ അക്രമം ചെയ്യുന്നവരുമുണ്ട്. وَلَقَدْ مَنَنَّا عَلَى مُوسَى وَهَارُونَ നിശ്ചയമായും മൂസായോടും ഹാറൂനോടും നാം അളവറ്റ ഔദാര്യം കാണിച്ചു. وَنَجَّيْنَاهُمَا وَقَوْمَهُمَا مِنَ الْكَرْبِ الْعَظِيمِ അവരിരുവരെയും അവരുടെ ജനതയെയും കൊടും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. وَنَصَرْنَاهُمْ فَكَانُوا هُمُ الْغَالِبِينَ അവരെ നാം സഹായിച്ചു, അങ്ങനെ അവർ വിജയികളായിത്തീർന്നു. وَآتَيْنَاهُمَا الْكِتَابَ الْمُسْتَبِينَ അവരിരുവർക്കും സത്യം വേർതിരിച്ചു കാണിക്കുന്ന വേദപുസ്തകം നൽകി. وَهَدَيْنَاهُمَا الصِّرَاطَ الْمُسْتَقِيمَ ഇരുവരെയും നാം നേർവഴിയിൽ നയിക്കുകയും ചെയ്തു. وَتَرَكْنَا عَلَيْهِمَا فِي الْآخِرِينَ പിന്മുറക്കാരിൽ നാം അവരുടെ സൽകീർത്തി നിലനിർത്തി. سَلَامٌ عَلَى مُوسَى وَهَارُونَ മൂസാക്കും ഹാറൂനും സമാധാനം. إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. إِنَّهُمَا مِنْ عِبَادِنَا الْمُؤْمِنِينَ അവരിരുവരും സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരായിരുന്നു. وَإِنَّ إِلْيَاسَ لَمِنَ الْمُرْسَلِينَ സംശയമില്ല, ഇല്യാസും ദേവദൂതന്മാരിലൊരാളാണ്. إِذْ قَالَ لِقَوْمِهِ أَلَا تَتَّقُونَ അദ്ദേഹം തന്റെ ജനതയോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ ഭക്തി പുലർത്തുന്നില്ലേ? أَتَدْعُونَ بَعْلًا وَتَذَرُونَ أَحْسَنَ الْخَالِقِينَ നിങ്ങൾ ബഅൽ ദേവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ? ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികർത്താവിനെ ഉപേക്ഷിക്കുകയും الله ربكم ورب آبائكم الأولين
നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും നാഥനായ അല്ലാഹുവേ, فكذبوه فإنهم لمحضرون. അപ്പോൾ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, അതിനാൽ അവർ ശിക്ഷയ്ക്ക് കൊണ്ടുവരപ്പെടും തീർച്ച. إلا عباد الله المخلصين. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെയൊഴികെ. وتركنا عليه في الآخرين. പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നാം നിലനിർത്തി. سلام على الياسين. ഇല്യാസിന് സമാധാനം. إنا كذلك نجزي المحسنين. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. إنه من عبادنا المؤمنين. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. وإن لوطا لمن المرسلين. ലൂത്തും ദൈവദൂതരിലൊരുവൻ തന്നെ. إذ نجيناه وأهله أجمعين. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുഴുവൻ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി. إلا عجوزا في الغابرين. പിറകിൽ മാറി നിന്ന ഒരു കിഴവിയെ ഒഴികെ. ثم دمرنا الآخرين. പിന്നെ മറ്റുള്ളവരെയെല്ലാം നാം നശിപ്പിച്ചു. وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون. തീർച്ചയായും നിങ്ങൾ പ്രഭാതവേളയിൽ അവരുടെ അരികിലൂടെ കടന്നു പോകുന്നു, വൈകുന്നേരവും. എന്നിട്ടും നിങ്ങളൊന്നും ചിന്തിച്ചറിയുന്നില്ലേ? وإن يونس لمن المرسلين. സംശയമില്ല, യൂനുസും ദേവദൂതന്മാരിലൊരുവൻ തന്നെ. إذ أبق إلى الفلك المشحون. ഭാരം നിറച്ച കപ്പലിലേക്ക് അദ്ദേഹം ഒളിച്ചോടിയതോർക്കുക. فساهم فكان من المدحضين. അങ്ങനെ അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കാളിയായി, അതോടെ പുറന്തള്ളപ്പെട്ടവരിലൊരുവനായി. فالتقمه الحوت وهو مليم. അപ്പോൾ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി, അദ്ദേഹം ആക്ഷേപാർഹനായിരുന്നു. فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. അദ്ദേഹം അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുന്നവരിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ നിശ്ചയമായും ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെയും അതിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു. فنبذناه بالعراء وهو سقيم. പിന്നീട് അദ്ദേഹത്തെ നാം കടലോരത്തെ ഒരു വെളിപ്രദേശത്തേക്ക് തള്ളി, അദ്ദേഹം അപ്പോൾ രോഗിയായിരുന്നു. وأنبتنا عليه شجرة من يقطين. അദ്ദേഹത്തിന് നാം ഒരു വള്ളിച്ചെടി മുളപ്പിച്ചു കൊടുത്തു. وأرسلناه إلى 100,000 أو يزيدون. അദ്ദേഹത്തെ നാം 100,000 അതിലേറെയോ വരുന്ന വമ്പിച്ച ഒരാൾക്കൂട്ടത്തിലേക്ക് അയച്ചു. فآمنوا فمتعناهم إلى حين. അതോടെ അവരെല്ലാം വിശ്വസിച്ചു. അതിനാൽ ഒരു നിശ്ചിത കാലം വരെ നാം അവർക്ക് സുഖജീവിതം നൽകി. فاستفتهم ألربك البنات ولهم البنون. നബിയെ, ഈ ജനത്തോടൊന്ന് ചോദിച്ചു നോക്കൂ, നിന്റെ നാഥന് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണോ എന്ന്. أم خلقنا الملائكة إناثا وهم شاهدون. അതല്ല, നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചുവെന്നോ, അവരതിന് സാക്ഷികളായിരുന്നു. ألا إنهم من إفكهم ليقولون.
من إفكهم ليقولون ولد الله وإنهم لكاذبون. അറിയുക, അവരി പറയുന്നത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിൽപ്പെട്ടതാണ്. അല്ലാഹു മക്കളെ ജനിപ്പിച്ചുവെന്നത് സംശയമില്ല, അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. أصطفى البنات على البنين. അല്ലാഹു തനിക്കായി ആൺമക്കളെക്കാൾ പെൺമക്കളെ തിരഞ്ഞെടുത്തെന്നു. ما لكم كيف تحكمون. നിങ്ങൾക്കെന്തു പറ്റി? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത്? أفلا تذكرون. നിങ്ങൾ ചിന്തിച്ചറിയുന്നില്ലേ? أم لكم سلطان مبين. അതല്ലെങ്കിൽ നിങ്ങളുടെ വശം വ്യക്തമായ വല്ല പ്രമാണവുമുണ്ടോ? فأتوا بكتابكم إن كنتم صادقين. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ രേഖയിങ്ങ് കൊണ്ടുവരിക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون. ഇക്കൂട്ടർ അല്ലാഹുവിനും ജിന്നുകൾക്കുമിടയിൽ കുടുംബബന്ധം ആരോപിച്ചിരിക്കുന്നു. എന്നാൽ ജിന്നുകൾക്കറിയാം തങ്ങൾ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുമെന്ന്. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവരാരോപിക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾ ഇവരിൽപ്പെട്ടവരല്ല. ഫഇന്നകും വമാ തഅബുദൂൻ മാ അൻതും അലൈഹി ബിഫാതിനീൻ. എന്നാൽ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ ആരാധ്യർക്കും അല്ലാഹുവിനെതിരിൽ ആരെയും കുഴപ്പത്തിലാക്കാനാവില്ല. ഇല്ലാ മൻ ഹുവ സാലിൽ ജഹീം. കത്തിക്കാളുന്ന നരകത്തീയിൽ വെന്തെരിയേണ്ടവരെയല്ലാതെ. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. നിർണിതമായ സ്ഥാനമില്ലാത്ത ആരും തന്നെ ഞങ്ങളിലില്ല. വഇന്നാ ലനഹ്നു സ്സാഫൂൻ. തീർച്ചയായും ഞങ്ങൾ സേവനത്തിനായി അണിനിന്നവരാണ്. വഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ. നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുന്നവരുമാണ്. വഇൻ കാനൂ ലയഖൂലൂൻ. ഇക്കൂട്ടർ പറയാറുണ്ടായിരുന്നു, ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ. മുൻഗാമികൾക്ക് കിട്ടിയ വല്ല ഉദ്ബോധനവും ഞങ്ങളുടെ വശം ഉണ്ടായിരുന്നെങ്കിൽ ലകുന്നാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഞങ്ങൾ അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളാകുമായിരുന്നു. ഫകഫറൂ ബിഹി ഫസൗഫ യഅലമൂൻ. എന്നിട്ടും അവരിതിനെ തള്ളിപ്പറയുകയാണുണ്ടായത്. അതിനാൽ അടുത്തുതന്നെ അവരെല്ലാം അറിയും. വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ. ദൂതന്മാരായി അയച്ച നമ്മുടെ ദാസന്മാരുടെ കാര്യത്തിൽ നമ്മുടെ കൽപ്പന നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ. ഉറപ്പായും അവർക്ക് സഹായം ലഭിക്കുമെന്ന്. വഇന്ന ജുൻദനാ ലഹുമുൽ ഗാലിബൂൻ. തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെയാണ് വിജയിക്കുന്നവർ. ഫതവല്ല അൻഹും ഹത്താ ഹീൻ. അതിനാൽ ഒരവധി വരെ നീ അവരിൽ നിന്ന് മാറി നിൽക്കുക. വഅബ്സിർഹും ഫസൗഫ യുബ്സിറൂൻ. അവരെ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അടുത്തുതന്നെ അവരെല്ലാം കണ്ടറിഞ്ഞുകൊള്ളും. അഫബിഅദാബിനാ യസ്തഅ്ജിലൂൻ.
നമ്മുടെ ശിക്ഷയ്ക്കു വേണ്ടിയാണോ ഇവരിങ്ങനെ തിടുക്കം കൂട്ടുന്നത്? فإذا نزل بساحتهم فساء صباح المنذرين. എന്നാൽ ആ ശിക്ഷ അവരുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ ആ താക്കീത് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്ര ചീത്തയായിരിക്കും. وتول عنهم حتى حين. അതിനാൽ ഒരവധി വരെ അവരിൽ നിന്ന് മാറി നിൽക്കുക. وأبصر فسوف يبصرون. നീ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അടുത്തുതന്നെ അവരെല്ലാം കണ്ടറിഞ്ഞുകൊള്ളും. سبحان ربك رب العزة عما يصفون. പ്രതാപിയായ നിന്റെ നാഥൻ അവരാരോപിക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ്. وسلام على المرسلين. ദേവദൂതന്മാർക്ക് സമാധാനം. والحمد لله رب العالمين. അധ്യായം 38. സ്വാദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 88. بسم الله الرحمن الرحيم. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. صاد والقرآن ذي الذكر. സ്വാദ്. ഉദ്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം. بل الذين كفروا في عزة وشقاق. എന്നാൽ സത്യനിഷേധികൾ അഹന്തയിലും കിടമത്സരത്തിലുമാണ്. كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص. ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ അലമുറയിട്ടു, എന്നാൽ അത് രക്ഷപ്പെടാനുള്ള അവസരമായിരുന്നില്ല. وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب. തങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ തങ്ങളിലേക്ക് വന്നത് ഇക്കൂട്ടരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരൻ തന്നെ. أجعل الآلهة إلها واحدا إن هذا لشيء عجاب. ഇവൻ സകല ദൈവങ്ങളെയും ഒരൊറ്റ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണോ? എങ്കിൽ ഇത് വല്ലാത്തൊരു വിസ്മയകരമായ കാര്യം തന്നെ. وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد. പ്രമാണിമാർ ഇങ്ങനെ പറഞ്ഞു സ്ഥലം വിട്ടു, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, ഇത് ഉദ്ദേശപൂർവം ചെയ്യുന്ന കാര്യം തന്നെ. ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق. അവസാനം വന്നെത്തിയ സമുദായത്തിൽ ഇതേപ്പറ്റി ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, ഇതൊരു കൃത്രിമ സൃഷ്ടി മാത്രമാണ്. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. നമുക്കിടയിൽ നിന്ന് ഇവനാണോ ഉദ്ബോധനം ഇറക്കിക്കിട്ടിയത്? എന്നാൽ അങ്ങനെയല്ല, ഇവർ എന്റെ ഉദ്ബോധനത്തെ സംബന്ധിച്ച് തികഞ്ഞ സംശയത്തിലാണ്. ഇവർ ഇതേവരെ നമ്മുടെ ശിക്ഷ ആസ്വദിക്കാത്തതിനാലാണിത്. أم عندهم خزائن رحمة ربك العزيز الوهاب. അതല്ല, പ്രതാപിയും അത്യുദാരനുമായ നിന്റെ നാഥന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങൾ ഇവരുടെ വശമാണോ? أم لهم
ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. അതുമല്ലെങ്കിൽ ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും ആധിപത്യം ഇവർക്കാണോ? എങ്കിൽ ആ മാർഗങ്ങളിലൂടെ ഇവരൊന്ന് കയറി നോക്കട്ടെ. ജുൻദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. ഇവിടെയുള്ളത് ഒരു സൈനിക സംഘമാണ്, വിവിധ കക്ഷികളിൽ നിന്നുള്ളവരാണ്, തോൽക്കാൻ പോകുന്ന ദുർബല സംഘം. كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد. ഇവർക്കു മുമ്പ് നോഹിന്റെ ജനതയും ആദും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ആണിയടിച്ചുറപ്പിച്ചിരുന്ന ഫിർഔനും. وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب. സമൂദ് സമുദായവും ലൂത്തിന്റെ ജനതയും ഐക്യനിവാസികളും ഇതുതന്നെ ചെയ്തിട്ടുണ്ട്, അവരാണ് ആ സംഘങ്ങൾ. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബ الرسل فحق عقاب. ദൈവദൂതന്മാരെ തള്ളിപ്പറയാത്ത ആരും അവരിലില്ല, അതിനാൽ എന്റെ ശിക്ഷ അനിവാര്യമായി തീർന്നു. وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق. ഒരൊറ്റ ഘോരഗർജനം മാത്രമാണ് ഇക്കൂട്ടർ കാത്തിരിക്കുന്നത്, അതിനുശേഷം കാലതാമസമുണ്ടാവില്ല. وقالوا ربنا عجل لنا قطنا قبل يوم الحساب. ഇവർ പറയുന്നു, ഞങ്ങളുടെ നാഥ, വിചാരണ നാളിന് മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ വിഹിതം ഞങ്ങൾക്ക് നീ വേഗം നൽകണമേ. اصبر على ما يقولون واذكر عبدنا داود ذا الأيد إنه أواب. ഇവർ പറയുന്നതൊക്കെ ക്ഷമിക്കുക, നമ്മുടെ കരുത്തനായ ദാസൻ ദാവൂദിന്റെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും അദ്ദേഹം ഖേദിച്ചു മടങ്ങിയവനാണ്. ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. മലകളെ നാം അദ്ദേഹത്തിന് അധീനപ്പെടുത്തി, അങ്ങനെ വൈകുന്നേരവും രാവിലെയും അവ അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനം ചെയ്യാറുണ്ടായിരുന്നു. വത്തൈറ മഹ്ശൂറതൻ കുല്ലുൻ ലഹു അവ്വാബ്. ഒരുമിച്ച് പറക്കുന്ന പറവകളെയും നാം അദ്ദേഹത്തിന് വിധേയമാക്കി, എല്ലാം അവന്റെ സങ്കീർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. وشددنا ملكه وآتيناه الحكمة وفصل الخطاب. അദ്ദേഹത്തിന്റെ ആധിപത്യം നാം ഭദ്രമാക്കി, അദ്ദേഹത്തിന് നാം തത്വജ്ഞാനം നൽകി, തീർപ്പ് കൽപ്പിക്കാൻ പോന്ന സംസാരശേഷിയും. وهل أتاك نبأ الخصم إذ تسوروا المحراب. ആ വഴക്കിടുന്ന കക്ഷികൾ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ മതിൽ കയറി മറിഞ്ഞു വന്നപ്പോഴത്തെ വാർത്ത നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ? إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. അവർ ദാവൂദിന്റെ അടുത്തു കടന്നു ചെന്ന സന്ദർഭം, അദ്ദേഹം അവരെ കണ്ട് പരിഭ്രാന്തനായി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, തർക്കത്തിലുള്ള രണ്ട് കക്ഷികളാണ് ഞങ്ങൾ. ഞങ്ങളിൽ ഒരു കൂട്ടർ മറുകക്ഷിയോട് അതിക്രമം കാണിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങ് ഞങ്ങൾക്കിടയിൽ ന്യായമായ നിലയിൽ തീർപ്പുണ്ടാക്കണം. നീതികേട് കാട്ടരുത്, ഞങ്ങളെ നേർവഴിയിൽ നയിക്കുകയും വേണം. ഇന്ന ഹാദാ അഖീ ലഹു 99 നഅജതൻ വലിയ നഅജതുൻ വാഹിദതുൻ ഫഖാല അക്ഫിൽനീഹാ
فقال أكفلنيها وعزني في الخطاب. ഇതാ ഇവൻ എന്റെ സഹോദരനാണ്. ഇവന് 99 പെണ്ണാടുണ്ട്, എനിക്കൊരു പെണ്ണാടും. എന്നിട്ടും ഇവൻ പറയുന്നു അതും കൂടി തനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. വർത്തമാനത്തിൽ ഇവൻ എന്നെ തോൽപ്പിക്കുകയാണ്. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم. وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. ദാവൂദ് പറഞ്ഞു, തന്റെ ആടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ ആടിനെ കൂടി ആവശ്യപ്പെടുന്നതിലൂടെ അവൻ നിന്നോട് അനീതി ചെയ്യുകയാണ്. കൂട്ടാളികളായി കഴിയുന്നവരിലേറെ പേരും പരസ്പരം അതിക്രമം പ്രവർത്തിക്കുന്നവരാണ്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അത്തരക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ദാവൂദിന് മനസ്സിലായി നാം അദ്ദേഹത്തെ പരീക്ഷിച്ചതായിരുന്നുവെന്ന്. അതിനാൽ അദ്ദേഹം തന്റെ നാഥനോട് പാപമോചനം തേടി കുമ്പിട്ടു വീണു പശ്ചാത്തപിച്ചു. فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. അപ്പോൾ നാം അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ സന്നിധിയിൽ അടുത്ത സ്ഥാനമുണ്ട്, ഉത്തമമായ പര്യവസാനവും. يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله. إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. അല്ലാഹു പറഞ്ഞു, അല്ലയോ ദാവൂദ്, നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ നമ്മുടെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. അതിനാൽ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക. തന്നിഷ്ടത്തെ പിൻപറ്റരുത്. അത് നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അവർ വിചാരണ നാളിനെ മറന്നു കളഞ്ഞതിനാലാണിത്. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും നാം വെറുതെ സൃഷ്ടിച്ചതല്ല. അത് സത്യനിഷേധികളുടെ ധാരണയാണ്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കുള്ളതാണ് നരകശിക്ഷയുടെ കൊടും നാശം. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. അല്ല, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെയാക്കുമോ? അതല്ല, ഭക്തന്മാരെ നാം തമ്മാടികളെപ്പോലെയാക്കുമോ? كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. നിനക്ക് നാം ഇറക്കിത്തന്ന അനുഗ്രഹീതമായ വേദപുസ്തകമാണിത്. ഇതിലെ വചനങ്ങളെപ്പറ്റി ഇവർ ചിന്തിച്ചറിയാൻ, വിവേകശാലികൾ പാഠം ഉൾക്കൊള്ളാനും. ووهبنا لداود سليمان نعم العبد إنه أواب. ദാവൂദിന് നാം സുലൈമാനെ സമ്മാനിച്ചു. എത്ര നല്ല ദാസൻ! തീർച്ചയായും
അദ്ദേഹം പശ്ചാത്താപ മനസ്ഥിതിക്കാരനാണ്. إذ عرض عليه بالعشي الصافنات الجياد കുതിച്ചു പായാൻ തയ്യാറായി നിൽക്കുന്ന മേത്തരം കുതിരകൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന സന്ദർഭം. فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമ്പത്തിനെ സ്നേഹിക്കുന്നത് എന്റെ നാഥനെ സ്മരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ആ കുതിരകൾ മുന്നിൽ നിന്ന് പോയി മറഞ്ഞു. ردوها علي فطفق مسحا بالسوق والأعناق. അദ്ദേഹം കൽപ്പിച്ചു, നിങ്ങൾ അവയെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് അദ്ദേഹം അവയുടെ കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി. وَلَقَدْ فَتَنَّا سُلَيْمَانَ وَأَلْقَيْنَا عَلَى كُرْسِيِّهِ جَسَدًا ثُمَّ أَنَابَ. സുലൈമാനെയും നാം പരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ജഡം കൊണ്ടിട്ടു. പിന്നെ അദ്ദേഹം ഖേദിച്ചു മടങ്ങി. قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب. അദ്ദേഹം പറഞ്ഞു, നാഥ, എനിക്ക് നീ പുറത്തു തരേണമേ. എനിക്ക് ശേഷം മറ്റാർക്കും തരപ്പെടാത്ത രാജാധിപത്യം നീ എനിക്ക് നൽകണമേ. നീ തന്നെയാണ് എല്ലാം തരുന്നവൻ, തീർച്ച. فسخرنا له الريح تجري بأمره رخاء حيث أصاب. അപ്പോൾ നാം അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തിക്കൊടുത്തു. താൻ ഇച്ഛിക്കുന്നിടത്തേക്ക് തന്റെ കൽപ്പനപ്രകാരം അത് സൗമ്യമായി വീശിയിരുന്നു. والشياطين كل بناء وغواص. ചെകുത്താന്മാരെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. അവരിലെ എല്ലാ കെട്ടിട നിർമ്മാതാക്കളെയും മുങ്ങൽ വിദഗ്ധരെയും. وآخرين مقرنين في الأصفاد. ചങ്ങലകളിട്ട് പൂട്ടിയ മറ്റു ചിലരെയും അധീനപ്പെടുത്തിക്കൊടുത്തു. هذا عطاؤنا فامنن أو أمسك بغير حساب. നമ്മുടെ സമ്മാനമാണിത്. അതിനാൽ നിനക്കവരോട് ഔദാര്യം കാണിക്കാം, അല്ലെങ്കിൽ അവരെ കൈവശം വയ്ക്കാം. ആരും അതേക്കുറിച്ച് ചോദിക്കുകയില്ല. وإن له عندنا لزلفى وحسن مآب. സംശയമില്ല, അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് ഉറ്റ സാമീപ്യമുണ്ട്, മെച്ചപ്പെട്ട പര്യവസാനവും. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കുക. അദ്ദേഹം തന്റെ നാഥനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ചെകുത്താൻ എന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചല്ലോ. اركض برجلك هذا مغتسل بارد وشراب. നാം നിർദ്ദേശിച്ചു, നിന്റെ കാലുകൊണ്ട് നിലത്ത് ചവിട്ടുക. ഇതാ തണുത്ത വെള്ളം, കുളിക്കാനും കുടിക്കാനും. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. അദ്ദേഹത്തിന് തന്റെ ആളുകളെയും അവരോടൊപ്പം അത്ര തന്നെ വേറെ ആളുകളെയും നാം സമ്മാനിച്ചു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായാണത്, ബുദ്ധിശാലികൾക്ക് ഉദ്ബോധനമായും. وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا
نعم العبد إنه أواب. നാം പറഞ്ഞു, നീ ഒരു പിടി പുല്ല് കയ്യിലെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക, അങ്ങനെ ശപഥം പാലിക്കുക. സംശയമില്ല, നാം അദ്ദേഹത്തെ അങ്ങേയറ്റം ക്ഷമാശീലനായി കണ്ടു, വളരെ നല്ല അടിമ. തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാകുന്നു. واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار. നമ്മുടെ ദാസന്മാരായ ഇബ്രാഹിം, ഇസ്ഹാക്ക്, യാക്കൂബ് എന്നിവരെയും ഓർക്കുക. കൈക്കരുത്തും ദീർഘദൃഷ്ടിയുമുള്ളവരായിരുന്നു അവർ. ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. പരലോകസ്മരണ എന്ന വിശിഷ്ട ഗുണം കാരണം നാം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. സംശയമില്ല, അവർ നമ്മുടെ അടുത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സച്ചരിതരിൽപ്പെട്ടവരാണ്. വദ്കുർ ഇസ്മാഈല വൽയസഅ വദൽ കിഫ്ലി വകുല്ലും മിനൽ അഖ്യാർ. ഇസ്മായിലിനെയും അൽയസയിനെയും ദുൽകിഫ്ലിനെയും ഓർക്കുക, ഇവരൊക്കെയും നല്ലവരായിരുന്നു. ഹാദാ ദിക്ർ വഇന്ന ലിൽമുത്തഖീന ലഹുസ്ന മആബ്. ഇതൊരു ഉദ്ബോധനമാണ്. തീർച്ചയായും ഭക്തജനത്തിന് മെച്ചപ്പെട്ട വാസസ്ഥലമുണ്ട്. ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. നിത്യവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങളാണത്. അതിന്റെ വാതിലുകൾ അവർക്കായി തുറന്നുവെച്ചവയാണ്. മുത്തകിഈന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹതിൻ കസീറതിൻ വശറാബ്. അവരവിടെ ചാരിയിരിക്കും. ധാരാളം പഴങ്ങളും പാനീയങ്ങളും യഥേഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. വഇൻദഹും ഖാസിറാത്തുത് ത്വർഫി അത്റാബ്. അവരുടെ അടുത്ത് നോട്ടം നിയന്ത്രിക്കുന്ന സമപ്രായക്കാരായ തരുണികളുണ്ടായിരിക്കും. ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. ഇതത്രേ വിചാരണ നാളിൽ നിങ്ങൾക്കു നൽകാമെന്ന് നാം വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. സംശയമില്ല, നാം നൽകുന്ന ജീവിത വിഭവങ്ങളാണിവ, അതൊരിക്കലും തീർന്നു പോവുകയില്ല. ഹാദാ വഇന്ന ലിത്വാഗീന ലശർറ മആബ്. ഇതൊരവസ്ഥ. എന്നാൽ അതിക്രമികൾക്ക് വളരെ ചീത്തയായ വാസസ്ഥലമാണുണ്ടാവുക. ജഹന്നമ യസ്ലൗനഹാ ഫബിഅ്സൽ മിഹാദ്. നരകത്തീയാണത്, അവരതിൽ കത്തിയെരിയും. അതെത്ര ചീത്ത സങ്കേതം. ഹാദാ ഫൽയദൂഖൂഹു ഹമീമുൻ വഗസ്സാഖ്. ഇതാണവർക്കുള്ളത്, അതിനാൽ അവരിത് അനുഭവിച്ചു കൊള്ളട്ടെ. ചുട്ടുപൊള്ളുന്ന വെള്ളവും ചീഞ്ഞളിഞ്ഞ ചലവും. വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. ഇതുപോലുള്ള മറ്റു പലതരം ശിക്ഷകളും അവിടെയുണ്ട്. ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും ലാ മർഹബൻ ബിഹിം ഇന്നഹും സാലുൻ നാർ. അവരോട് അല്ലാഹു പറയും, ഇത് നിങ്ങളോടൊപ്പം നരകത്തിൽ തിങ്ങിക്കൂടാനുള്ള ആൾക്കൂട്ടമാണ്. അപ്പോഴവർ പറയും, ഇവർക്ക് സ്വാഗതോപചാരമൊന്നുമില്ല. തീർച്ചയായും ഇവർ നരകത്തിൽ കത്തിയെരിയേണ്ടവർ തന്നെ. ഖാലൂ ബൽ അൻതും ലാ മർഹബൻ ബികും അൻതും ഖദ്ദംതുമൂഹു ലനാ ഫബിഅ്സൽ ഖറാർ.
ആ കടന്നുവരുന്നവർ പറയും, അല്ല, നിങ്ങൾക്ക് തന്നെയാണ് സ്വാഗതോപചാരമില്ലാത്തത്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ ദുരവസ്ഥ വരുത്തിവെച്ചത്. വളരെ ചീത്ത സങ്കേതം തന്നെയാണിത്. قالوا ربنا من قدم لنا هذا فزده عذابا ضعفا في النار. അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ശിക്ഷ വരുത്തിവെച്ചവർക്ക് നീ നരകത്തീയിൽ ഇരട്ടി ശിക്ഷ നൽകണമേ. وقالوا ما لنا لا نرى رجالا كنا نعدهم من الأشرار. അവർ പറയും, നമുക്കെന്തു പറ്റി? ചീത്ത മനുഷ്യരെന്ന് നാം കരുതിയിരുന്ന പലരെയും ഇവിടെ കാണുന്നില്ലല്ലോ. أتخذناهم سخريا أم زاغت عنهم الأبصار. നാം അവരെ പരിഹാസപാത്രമാക്കിയിരുന്നുവല്ലോ. അതല്ല, അവർ നമ്മുടെ കണ്ണിൽപ്പെടാത്തതാണോ? إن ذلك لحق تخاصم أهل النار. നരകവാസികൾ തമ്മിലുള്ള തർക്കം തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. قل إنما أنا منذر وما من إله إلا الله الواحد القهار. നബിയെ പറയുക, ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അല്ലാഹുവല്ലാതെ ദൈവമില്ല. അവൻ ഏകനാണ്, സർവാധിപതിയും. رب السماوات والأرض وما بينهما العزيز الغفار. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും സംരക്ഷകനാണ്, പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. قل هو نبأ عظيم. പറയുക, ഇതൊരു മഹത്തായ സന്ദേശം തന്നെ. أنتم عنه معرضون. എന്നാൽ നിങ്ങൾ അതിനെ അവഗണിക്കുന്നവരാണ്. ما كان لي من علم بالملأ الأعلى إذ يختصمون. അത്യുന്നതങ്ങളിൽ വിശിഷ്ട സമൂഹം സംവാദം നടത്തിയ സന്ദർഭത്തെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയുമായിരുന്നില്ല. إن يوحى إلي إلا أنما أنا نذير مبين. അതേക്കുറിച്ച് എനിക്ക് ബോധനം ലഭിച്ചത് ഞാൻ വ്യക്തമായൊരു മുന്നറിയിപ്പുകാരൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. إذ قال ربك للملائكة إني خالق بشرا من طين. നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞു, ഉറപ്പായും ഞാൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. അങ്ങനെ ഞാൻ അവന് ആകാരം നൽകുകയും എന്റെ ആത്മാവിൽ നിന്ന് അതിലൂതുകയും ചെയ്താൽ നിങ്ങൾ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. فسجد الملائكة كلهم أجمعون. അപ്പോൾ മലക്കുകളൊക്കെയും സുജൂദ് ചെയ്തു. إلا إبليس استكبر وكان من الكافرين. ഇബ്ലീസ് ഒഴികെ അവൻ അഹങ്കരിച്ചു, അങ്ങനെ അവൻ സത്യനിഷേധിയായി. قال يا إبليس ما منعك أن تسجد لما خلقت بيدي أستكبرت أم كنت من العالين. അല്ലാഹു ചോദിച്ചു, ഇബ്ലീസേ, ഞാൻ എന്റെ കൈകൊണ്ട് പടച്ചുണ്ടാക്കിയവന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ്? നീ അഹങ്കരിച്ചോ? അതല്ല, നീ പൊങ്ങച്ചക്കാരിൽ പെട്ടുപോയോ? قال أنا خير منه خلقتني من نار وخلقته من طين. ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യനേക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചതോ
കളിമണ്ണിൽ നിന്നും. قال فاخرج منها فإنك رجيم. അല്ലാഹു കൽപ്പിച്ചു, എങ്കിൽ ഇവിടെ നിന്നിറങ്ങിപ്പോകണം, സംശയമില്ല, ഇനി മുതൽ ആട്ടിയോടിക്കപ്പെട്ടവനാണ് നീ. وإن عليك لعنتي إلى يوم الدين. വിധി ദിനം വരെ നിന്റെ മേൽ എന്റെ ശാപമുണ്ട്, തീർച്ച. قال رب فأنظرني إلى يوم يبعثون. ഇബ്ലീസ് പറഞ്ഞു, എന്റെ നാഥ, എങ്കിൽ അവർ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ നീ എനിക്ക് അവസരം തരേണമേ. قال فإنك من المنظرين. അല്ലാഹു അറിയിച്ചു, നീ അവസരം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. إلى يوم الوقت المعلوم. നിശ്ചിതമായ ആ സമയം വന്നെത്തുന്ന ദിവസം വരെ. قال فبعزتك لأغوينهم أجمعين. ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, തീർച്ചയായും ഇവരെയൊക്കെ ഞാൻ വഴിപിഴപ്പിക്കും. إلا عبادك منهم المخلصين. ഇവരിലെ നിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെയൊഴികെ. قال فالحق والحق أقول. അല്ലാഹു പറഞ്ഞു, എങ്കിൽ സത്യം ഇതാണ്, സത്യം മാത്രമേ ഞാൻ പറയുകയുള്ളൂ. لأملأن جهنم منك وممن تبعك منهم أجمعين. നിന്നെയും നിന്നെ പിൻപറ്റിയ മറ്റെല്ലാവരെയും കൊണ്ട് നാം നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. قل ما أسألكم عليه من أجر وما أنا من المتكلفين. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, പിന്നെ ഞാൻ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനുമല്ല. إن هو إلا ذكر للعالمين. ഇത് ലോകർക്കാകമാനമുള്ള ഉദ്ബോധനം മാത്രമാണ്. وَلَتَعْلَمُنَّ نَبَأَهُ بَعْدَ حِينٍ. നിശ്ചിത കാലത്തിനു ശേഷം ഈ വൃത്താന്തത്തിന്റെ നിജസ്ഥിതി നിങ്ങൾ അറിയുക. അധ്യായം 39. അസ്സുമർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 75. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്നാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. തീർച്ചയായും നിനക്ക് നാം ഈ വേദപുസ്തകം ഇറക്കിത്തന്നത് സത്യസന്ദേശവുമായാണ്. അതിനാൽ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കി അവന് വഴിപ്പെടുക. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. അറിയുക, കളങ്കമറ്റ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രം അവകാശപ്പെട്ടതാണ്. അവനെക്കൂടാതെ മറ്റുള്ളവരെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നവർ അവകാശപ്പെടുന്നു, ഞങ്ങളെ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ വണങ്ങുന്നത്.
എന്നാൽ ഭിന്നാഭിപ്രായമുള്ള കാര്യത്തിൽ അല്ലാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. നിശ്ചയമായും നുണയനെയും നന്ദികെട്ടവനെയും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. പുത്രനെ വരിക്കണമെന്ന് അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ തന്റെ സൃഷ്ടികളിൽ നിന്ന് താൻ ഇഷ്ടപ്പെടുന്നവരെ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ അവൻ എത്ര പരിശുദ്ധൻ! അവനാണ് അല്ലാഹു, ഏകൻ, സകലാധിനാഥൻ. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. അവൻ പകലിനെ രാവുകൊണ്ട് ചുറ്റിപ്പൊതിയുന്നു, രാവിനെ പകലുകൊണ്ടും ചുറ്റിപ്പൊതിയുന്നു. സൂര്യചന്ദ്രന്മാരെ അവൻ തന്റെ വരുതിയിലൊതുക്കിയിരിക്കുന്നു. അവയെല്ലാം നിശ്ചിത കാലപരിധിക്കകത്ത് സഞ്ചരിക്കുന്നു. അറിയുക, അവൻ പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. ഒരൊറ്റ സത്തയിൽ നിന്ന് അവൻ നിങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. പിന്നെ അതിൽ നിന്ന് അതിന്റെ ഇണയെ ഉണ്ടാക്കി. നിങ്ങൾക്കായി കന്നുകാലികളിൽ നിന്ന് 8 ജോഡികളെയും അവൻ ഒരുക്കിത്തന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. 3 ഇരുളുകൾക്കുള്ളിൽ ഒന്നിനു പിറകെ ഒന്നായി ഘട്ടം ഘട്ടമായി നിങ്ങളെ അവൻ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇതൊക്കെയും ചെയ്യുന്ന അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ. ആധിപത്യം അവനു മാത്രമാണ്, അവനല്ലാതെ ദൈവമില്ല. എന്നിട്ടും നിങ്ങളെങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർദാ ലിഇബാദിഹിൽ കുഫ്ർ വഇൻ തശ്കുറൂ യർദഹു ലക്കും വലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. നിങ്ങൾ നന്ദികേട് കാട്ടുകയാണെങ്കിൽ സംശയമില്ല, അല്ലാഹു നിങ്ങളുടെയൊന്നും ആശ്രയമാവശ്യമില്ലാത്തവനാണ്. എന്നാൽ തന്റെ ദാസന്മാരുടെ നന്ദികേട് അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അതു കാരണം നിങ്ങളോടവൻ സംതൃപ്തനായിത്തീരും. സ്വന്തം പാപഭാരമല്ലാതെ ആരും അപരന്റെ ഭാരം ചുമക്കുകയില്ല. പിന്നീട് നിങ്ങളുടെ നാഥന്റെ അടുത്തേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അപ്പോഴവൻ നിങ്ങളെ വിവരമറിയിക്കും. നെഞ്ചകങ്ങളിലുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണവൻ. وَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ ثُمَّ
ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. മനുഷ്യന് വല്ല വിപത്തും ബാധിച്ചാൽ അവൻ തന്റെ നാഥങ്കലേക്ക് താഴ്മയോടെ മടങ്ങി അവനോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് അള്ളാഹു തന്നിൽ നിന്നുള്ള അനുഗ്രഹം പ്രദാനം ചെയ്താൽ നേരത്തെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം തന്നെ അവൻ മറന്നുകളയുന്നു. ദൈവമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാനായി അവൻ അള്ളാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അല്പകാലം നീ നിന്റെ സത്യനിഷേധവുമായി സുഖിച്ചുകൊള്ളുക. സംശയമില്ല, നീ നരകാവകാശികളിൽപ്പെട്ടവൻ തന്നെ. أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يَحْذَرُ الْآخِرَةَ وَيَرْجُو رَحْمَةَ رَبِّهِ قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ إِنَّمَا يَتَذَكَّرُ أُولُو الْأَلْبَابِ. അവനെപ്പോലെയാണോ സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി കീഴ്വണക്കത്തോടെ കഴിച്ചുകൂട്ടുന്നവൻ? പരലോകത്തെ പേടിക്കുന്നവനാണിവൻ, തന്റെ നാഥന്റെ കാരുണ്യം കൊതിക്കുന്നവനും. അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ? വിചാരശീലർ മാത്രമേ ആലോചിച്ചറിയുന്നുള്ളൂ. قُلْ يَا عِبَادِي الَّذِينَ آمَنُوا اتَّقُوا رَبَّكُمْ لِلَّذِينَ أَحْسَنُوا فِي هَذِهِ الدُّنْيَا حَسَنَةٌ وَأَرْضُ اللَّهِ وَاسِعَةٌ إِنَّمَا يُوَفَّى الصَّابِرُونَ أَجْرَهُم بِغَيْرِ حِسَابٍ. പറയുക, വിശ്വാസികളായ എന്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തുക. ഈ ലോകത്ത് നന്മ ചെയ്തവർക്ക് മേന്മയുണ്ട്. അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമാണ്. ക്ഷമ പാലിക്കുന്നവർക്കാണ് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ കിട്ടുക. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. പറയുക, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി അവന് വഴിപ്പെടണമെന്ന് എന്നോടവൻ കൽപ്പിച്ചിരിക്കുന്നു. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽ ഒന്നാമനാകണമെന്നും എന്നോട് അവൻ ആജ്ഞാപിച്ചിരിക്കുന്നു. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. പറയുക, ഞാൻ എന്റെ നാഥനെ ധിക്കരിക്കുകയാണെങ്കിൽ ഭയങ്കരമായൊരു നാളിലെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമഹ് അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. പറയുക, ഞാൻ എന്റെ കീഴ്വണക്കം അള്ളാഹുവിനു മാത്രമാക്കി അവനെ മാത്രം വഴിപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അവനെ വെടിഞ്ഞു തോന്നിയവർക്കൊക്കെ വഴിപ്പെട്ടുകൊള്ളുക. പറയുക, ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ സ്വന്തത്തിനും സ്വന്തക്കാർക്കും നഷ്ടം വരുത്തിവെച്ചവർ തന്നെയാണ് തീർച്ചയായും തുലഞ്ഞവർ. അറിയുക, അതുതന്നെയാണ് പ്രകടമായ നഷ്ടം. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലൽ ذلك يخوف الله به عباده يا عباد فاتقون. അവർക്കുമീതെ നരകത്തീയിന്റെ ജ്വാലയാണ്
തണലായുണ്ടാവുക. താഴെയുമുണ്ട് തീത്തട്ടുകൾ. അതിനെപ്പറ്റിയാണ് അല്ലാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. അതിനാൽ എന്റെ ദാസന്മാരെ, എന്നെ സൂക്ഷിച്ചുകൊള്ളുക. വല്ലദീന ജതനബു الطاغوت അൻ യഅ്ബുദൂഹാ വഅനാബൂ ഇലല്ലാഹി ലഹുമുൽ ബുശ്റാ ഫബശ്ശിർ ഇബാദ്. പൈശാചിക ശക്തികൾക്ക് വഴിപ്പെടുന്നത് വർജിക്കുകയും അല്ലാഹുവിങ്കലേക്ക് താഴ്മയോടെ തിരിച്ചു ചെല്ലുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ശുഭവാർത്ത. അതിനാൽ എന്റെ ദാസന്മാരെ ശുഭവാർത്ത അറിയിക്കുക. الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും എന്നിട്ടവയിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരാണവർ. അവരെ തന്നെയാണ് അല്ലാഹു നേർവഴിയിലാക്കിയത്. ബുദ്ധിശാലികളും അവർ തന്നെ. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബി അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. അപ്പോൾ ശിക്ഷാവിധി സ്ഥിരപ്പെട്ടു കഴിഞ്ഞവന്റെ സ്ഥിതിയോ? നരകത്തീയിലുള്ളവനെ രക്ഷിക്കാൻ നിനക്കാവുമോ? لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. എന്നാൽ തങ്ങളുടെ നാഥനെ സൂക്ഷിച്ചു ജീവിച്ചവർക്ക് തട്ടിനുമേൽ തട്ടുകളായി നിർമ്മിച്ച മണിമേടകളുണ്ട്. അവയുടെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. നീ കാണുന്നില്ലേ അല്ലാഹു മാനത്തുനിന്ന് വെള്ളമിറക്കുന്നത്, അങ്ങനെ അതിനെ ഭൂമിയിൽ ഉറവകളായി ഒഴുക്കുന്നതും പിന്നീട് അതുവഴി അല്ലാഹു വർണ്ണവൈവിധ്യമുള്ള വിളകളുൽപാദിപ്പിക്കുന്നു. അതിനുശേഷം അവ ഉണങ്ങുന്നു. അപ്പോഴവ മഞ്ഞച്ചതായി നിനക്കു കാണാം. പിന്നെ അവനവയെ കച്ചിത്തുരുമ്പാക്കുന്നു. വിചാരമതികൾക്കിതിൽ ഗുണപാഠമുണ്ട്. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഹൃദയവിശാലത നൽകി. അങ്ങനെ അവൻ തന്റെ നാഥനിൽ നിന്നുള്ള വെളിച്ചത്തിലൂടെ ചരിക്കാൻ തുടങ്ങി. അയാളും അങ്ങനെയല്ലാത്തവനും ഒരുപോലെയാകുമോ? അതിനാൽ ദൈവസ്മരണയിൽ നിന്നകന്ന് ഹൃദയം കടുത്തുപോയവർക്കാണ് കൊടിയ നാശം. അവർ വ്യക്തമായ വഴികേടിലാണ്. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ഏറ്റവും വിശിഷ്ടമായ വർത്തമാനമാണ് അല്ലാഹു ഇറക്കിത്തന്നത്.
വചനങ്ങളിൽ പരസ്പര ചേർച്ചയും ആവർത്തനവുമുള്ള ഗ്രന്ഥമാണിത്. അത് കേൾക്കുമ്പോൾ തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അല്ലാഹുവെ ഓർക്കാൻ പാകത്തിൽ വിനീതമാകുന്നു. ഇതാണ് അല്ലാഹുവിൻ്റെ മാർഗദർശനം. അതുവഴി അവനിച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കാൻ ആർക്കുമാവില്ല. أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ തനിക്ക് നേരെ വരുന്ന കഠിന ശിക്ഷയെ തന്റെ മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്നവന്റെ സ്ഥിതിയോ? അതിക്രമികളോട് അന്ന് പറയും, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്നതത്രയും നിങ്ങൾ തന്നെ ആസ്വദിച്ചുകൊള്ളുക. كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون. ഇവർക്ക് മുമ്പുള്ളവരും സത്യത്തെ തള്ളിപ്പറഞ്ഞു. അവസാനം അവരോർക്കാത്ത ഭാഗത്തുനിന്ന് വിപത്തുകൾ അവരിൽ വന്നെത്തി. فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. അങ്ങനെ അല്ലാഹു അവരെ ഐഹിക ജീവിതത്തിൽ തന്നെ അപമാനം ആസ്വദിപ്പിച്ചു. പരലോക ശിക്ഷയോ അതിലും എത്രയോ കൂടുതൽ കഠിനമത്രേ. ഇക്കൂട്ടരിതറിഞ്ഞിരുന്നെങ്കിൽ. وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ لَعَلَّهُمْ يَتَذَكَّرُونَ. നാം ഈ ഖുർആനിലൂടെ മനുഷ്യർക്കായി വിവിധയിനം ഉദാഹരണങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്, അവർ ആലോചിച്ചറിയാൻ. قرآنا عربيا غير ذي عوج لعلهم يتقون. അറബി ഭാഷയിലുള്ള ഖുർആനാണിത്. ഇതിലൊട്ടും വളച്ചുകെട്ടില്ല. അവർ ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണിത്. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഇതാ ഒരു ഉദാഹരണം സമർപ്പിക്കുന്നു. ഒരു മനുഷ്യൻ, അനേകമാളുകൾ അവന്റെ ഉടമസ്ഥതയിൽ പങ്കാളികളാണ്. അവർ പരസ്പരം കലഹിക്കുന്നവരുമാണ്. മറ്റൊരു മനുഷ്യൻ, ഒരു യജമാനന് മാത്രം കീഴ്പ്പെട്ട് കഴിയുന്നവനാണയാൾ. ഈ രണ്ടുപേരും ഒരുപോലെയാകുമോ? അല്ലാഹുവിന് സ്തുതി. എന്നാൽ അവരിലേറെ പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. إنك ميت وإنهم ميتون. സംശയമില്ല, ഒരു നാൾ നീ മരിക്കും, അവരും മരിക്കും. ثم إنكم يوم القيامة عند ربكم تختصمون. പിന്നെ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ കലഹിക്കും.